ഈ പടം OTT കാണുന്ന പടമല്ല, തിയേറ്ററിൽ പോയി തന്നെ കാണുന്ന പടമാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഹായ്, വെൽക്കം ടു AC Vlogs. ഞാൻ രാവിലെ 5:15 റൂമിൽ നിന്ന് ഇറങ്ങി. പണ്ടാടങ്ങ് വഴിയിലാണ് ഒരൊറ്റ മനുഷ്യന്മാരില്ല. പോണ വഴിക്കാണ് ഫുൾ ഓൺ കഫേ കണ്ടത്. പിന്നെ അവിടെ കയറി ഞാൻ മടിച്ചു. അങ്ങനെ ഒബ്രോ മാൾ എത്തി. ഒബ്രോ മാളിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, ഒബ്രോ മാൾ PVR. ഇത്ര രാവിലെയൊക്കെ സിനിമയ്ക്ക് പോകുമ്പോൾ എൻ്റെ വീട്ടിൽ പറയാൻ എനിക്ക് ഭ്രാന്താന്നാ. പക്ഷെ സാരില്ല, ഈ ഭ്രാന്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു. സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ പല്ല് വെച്ചിട്ടില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ OTT കാണുന്ന പടമല്ല, തിയേറ്ററിൽ പോയി തന്നെ കാണുന്ന പടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാന്തരാവൻ എന്നെ അത്രമാത്രം എക്സൈറ്റ് ചെയ്യിച്ചിട്ട് ഒരു പടമൊന്നല്ല. അതിന്റെ അവസാനത്തെ 30 മിനിറ്റ് മാത്രം അടിപൊളിയായിരുന്നു. അത് കാരണം കൂടിയൊരു പടം. അതാകെ 10-14 കോടി രൂപയ്ക്ക് എടുത്തൊരു പടം 400-450 കോടി രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടുക വെച്ചാൽ ഭയങ്കര അടിപൊളി സംഭവമാണ്. അത്ര ആഘാതമായിട്ട് കാന്താര ചാപ്റ്റർ 1 പോയി കാണേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ബഡ്ജറ്റാണ്. അത് ആദ്യം ഇറങ്ങിയ കാന്താരയിലെ ആകെ 14 കോടിയുടെ പടമാണ് ആദ്യം ഇറങ്ങിയ അതിന്റെ ബഡ്ജറ്റ്. പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന ഈ ചാപ്റ്റർ 1 എന്ന് വെച്ചാൽ 125 കോടിയുടെ പടം. 14 നിന്ന് 125 കോടി. അപ്പൊ എന്തായാലും റിസപ്ഷൻ എടുത്തു വെച്ചിട്ടുണ്ടാവുക എന്നുള്ള ആ ഒറ്റ സാധനം കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ എത്ര നേരത്തെ കയറിപ്പോയത്. ഞാൻ എന്റെ കാര്യം പറയാം, എന്നെ നിരാശപ്പെടുത്തിയില്ല. തിയേറ്ററിൽ പോയി കാണാനുള്ള നോക്കിയിട്ടുണ്ട്. അയാളെ സമ്മതിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാല് സ്റ്റോറി റൈറ്റ് ചെയ്ത് ഡയറക്ട് ചെയ്ത് അതിൽ അഭിനയിക്കുക, എന്നിട്ട് ആ കയ്യിൽ നേടുന്ന വെച്ച് കഴിഞ്ഞാൽ ചില്ലറ പരിപാടി ഒന്നല്ല. അത് കഴിവുണ്ടെന്ന് മാത്രമേ പറ്റുള്ളൂ. സ്പോയിലറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എന്തായാലും പറയാൻ പാടില്ല. അത് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ കാണണോ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ജയറാമേട്ടനെ കുറിച്ചാണ്. ഇപ്പൊ അടുത്തിറങ്ങി കുറെ പടത്തിൽ ജയറാമേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി പീസാണ്. പക്ഷെ ഈ പടത്തില് അങ്ങനെയല്ല. അതായത് ജയറാമേട്ടനെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയുന്ന ഒരു ഡയറക്ടർ എടുത്ത് കിട്ടിയ പോലെ ഉണ്ട് ഈ പടത്തിൽ. ജയറാമേട്ടൻ അടിപൊളി ചെയ്തത്. ഇതെന്തുകൊണ്ടാണ് തിയേറ്ററിൽ കാണുന്നത് ഞാൻ പറയാൻ കാരണം ഇതിന്റെ വിഷ്വൽസ് ഒരു രക്ഷയില്ല, അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ BGM അടിപൊളിയാണ്, പാട്ടും വലിയ കുഴപ്പമില്ല, നമ്മളെ എന്തായാലും ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യത്തെ ഒരു പടം റിവ്യൂ ചെയ്യണം, അപ്പൊ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് സെക്ഷനിൽ നിങ്ങൾ പറയാം. ഇതിനു മുന്നേ ഞാൻ ഇത്ര നേരത്തെ പോയി പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ പറയണമെന്നല്ല, മിക്കവാറും നേരത്തെ പോയി കാണുന്ന പടങ്ങളൊക്കെ ചങ്ങി പറയുന്നുണ്ട്. അവസാനം വിജയുടെ പടം അതൊക്കെ പൊന്നേ ഓർമ്മിക്കല്ലേ. അപ്പൊ അങ്ങനെയായിരുന്നു. പക്ഷെ ഈ പടം എന്നെ നിരാശപ്പെടുത്തിയില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ എന്താ റേറ്റിംഗ് കൊടുക്കാൻ പോവാണ് ഈ പടത്തിന്. സോ മൈ റേറ്റിംഗ് ഈസ്, അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാൻ നോക്കുക, പടം എൻജോയ് ചെയ്യുക. ബൈ.